ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസിനെ കുറിച്ചാണ്. So in the previous videos we have discussed about topics like sensors, actuators, MEMs. പിന്നെ we studied about smart devices, smart networks. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ IoTയിൽ സ്മാർട്ട് ഒബ്ജക്ട്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റാണ് എന്ന് കരുതുക. ഇപ്പോൾ ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റാണെന്ന് കരുതുക. ദിസ് വൺ ഇസ് എ സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇത് മറ്റൊരു സ്മാർട്ട് ഒബ്ജക്റ്റാണ് എന്ന് കരുതുക. ഈ രണ്ട് ഒബ്ജക്ട്സിനെ വെറുതെ രണ്ടിടത്ത് ഡിപ്ലോയ് ചെയ്തിട്ട് കാര്യമില്ല. ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ കണക്ഷൻ ബിറ്റ്വീൻ ദം. ഈ രണ്ട് ഡിവൈസസും തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എങ്കിൽ മാത്രമേ ഈ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളുമൊക്കെ നടത്താനൊക്കത്തുള്ളൂ. സോ അതിന് പറയും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇത് തമ്മിൽ നടത്തണമെങ്കിൽ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ പ്രോട്ടോക്കോൾ ഷുഡ് ബി ദർ. ചില പ്രോട്ടോക്കോൾസ് വേണം, ചില ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ടെക്നോളജീസിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ക്രൈറ്റീരിയാസിനെ കൺസിഡർ ചെയ്യണം. അതായത് ഈ നോഡ്സിൻ്റെ ചില സ്പെസിഫിക്കേഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസ്. Or these are the criteria that we consider once we deploy some technology to enable communication between two nodes or between two smart objects in IoT. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ 6 ടോപ്പിക്സാണ് നമ്മൾ നോക്കുന്നത്. 6 ക്രൈറ്റീരിയാസാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് റേഞ്ച്. ദ സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി ബാൻഡ്സ്. അടുത്തതെന്ന് പറയുന്നത് പവർ കൺസംഷൻ. And the next one is topology, constrained devices. Next is constrained node networks. അതായത് ഈ 6 ക്രൈറ്റീരിയാസാണ് നമ്മൾ നോക്കുന്നത് വെൻ വി സെലക്ട് എ ടെക്നോളജി ടു എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 സ്മാർട്ട് ഒബ്ജക്ട്സ് ഇൻ IoT. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ്, അതായത് ഈ ക്രൈറ്റീരിയാസിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് റേഞ്ച്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് എസ് റേഞ്ച്. സോ റേഞ്ച് എന്താണ്? അതായത് നമ്മൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ഒരു സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ദൂരത്തേക്ക് നമുക്ക് ആ സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റേഞ്ച് എന്ന് വെച്ചാൽ അർത്ഥം. അതായത് ഒരു നോഡിനെ എത്ര ദൂരത്തേക്ക് അതിൻ്റെ ഒരു സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ദൂരത്തേക്ക് വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ് അപ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഫോർ എ ഡിവൈസ്. അതിന് പറയുന്ന പേരാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ പല ടെക്നോളജീസിനും പല റേഞ്ചസ് ആണ്. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 3. ദ ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച് and long range. So short range, medium range, long range എന്നാണ് നമ്മൾ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് യൂഷ്വലി വി ടോക്ക് അബൌട്ട് വയർലെസ് ആക്സസ് ടെക്നോളജീസ് ഓർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അപ്പം അതിനകത്ത് ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഷുഡ് ബി മോസ്റ്റ് പ്രോബബ്ലി ലെസ് ദാൻ 10 meters. ഒരു ചെറിയ ഒരു ഒരുപാട് ചെറുതല്ല, എന്നാൽ ഒരു ചെറിയ പ്രൈവറ്റ് ഏരിയ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പോലെയുള്ള ഒരു ചെറിയ ലെസ് ദാൻ 10 metersലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റേഞ്ചാണ് ഷോർട്ട് റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നോളജീസ് ലൈക്ക് ബ്ലൂടൂത്ത്, then it includes visible light communication,
അതായത് ബ്ലൂടൂത്ത്, വി നോ ബ്ലൂടൂത്ത് എന്താണെന്ന് അറിയാം. വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിമോട്ട്സ് ഉപയോഗിക്കുന്നു, വി യൂസ് എ ലൈറ്റ് സോഴ്സ് ദർ, റൈറ്റ്. അപ്പോൾ അത്തരമുള്ള ഇതിനെ പറയുന്ന പേരാണ് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻസ്. എക്സാമ്പിൾസ് ആർ ബ്ലൂടൂത്ത് ആൻഡ് വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇതൊരു ഒരു പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പര്യാപ്തമായിരിക്കില്ല. പക്ഷേ നമ്മൾ ഒരു ചെറിയൊരു ഏരിയയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിൽ വിത്തിൻ ദാറ്റ് സ്മോൾ ഏരിയയിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ മതിയെങ്കിൽ ഷോർട്ട് റേഞ്ച് ഇസ് ഇനഫ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് മീഡിയം റേഞ്ച്. മീഡിയം റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 മൈൽ. ഓക്കെ, ലെസ് ദാൻ 1 മൈൽ, 1 മൈലിൽ താഴെ ചുറ്റളവിലാണ് നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടത് എങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ മീഡിയം റേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ആക്ച്വലി നമുക്ക് ഈ പറയുന്ന മീഡിയം റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഒരു മാക്സിമം ഇതൊന്നും കറക്റ്റായിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് വി ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എക്സാമ്പിൾസ് പറയുമ്പോൾ വൈഫൈ or WPAN, wireless personal area network, okay, or narrow band power line communication. ഇതെന്ന് പറയുന്നത് ഒരു വയേർഡ് ഇത് പറയാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് വി ക്യാൻ കോൾ ഇറ്റ് എ സീരിയൽ കേബിളിനെ നമുക്കൊരു വയേർഡ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് കരുതാൻ പറ്റും ഷോർട്ട് റേഞ്ചിൽ. മീഡിയം റേഞ്ചിൽ വരുമ്പം പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻസ്, നാരോ ബാൻഡ് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻസ് ഓർ PLCs നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നൗ നെക്സ്റ്റ് വൺ ഇസ് ലോങ് റേഞ്ച് പ്രൊപ്പഗേഷൻ. അതായത് 1 മൈലിലധികം ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈൽ, 1 മൈലിലധികമുള്ള ഒരു ഇത്. എക്സാമ്പിൾസ് വരുമ്പോൾ 2G, 3G, 4G, or maybe we can also consider outdoor Wi-Fi or low power wide area networks, LPWA, low power wide area networks. ഇങ്ങനത്തെ ഉള്ള ടെക്നോളജീസിന് നമുക്ക് ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്തുവാണ്? ഇറ്റ് ഈസ് ദി മാക്സിമം ഡിസ്റ്റൻസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഫോർ എ ഡിവൈസ്. ഓക്കെ, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം ടെക്നോളജീസിനെ: ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച്. ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്ത്, വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓർ സീരിയൽ കേബിൾസ്. മീഡിയം റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വൈഫൈ, WPAN ഓർ വയേർഡ് പേഴ്സണൽ ഏരിയ നാരോ ബാൻഡ് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് വയേർഡ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ലോങ് റേഞ്ചിനകത്ത് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 മൈൽ ആയിരിക്കും. ക്യാൻ ബി 2G, 3G ഓർ 4G ആൻഡ് LPWA, ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ഓക്കെ, സോ അതാണ് റേഞ്ച്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്. ഫ്രീക്വൻസി ബാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസി സ്പെക്ട്രത്തിലാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്പെക്ട്രം ലേലം വയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. സോ റേഡിയോ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി റെഗുലേറ്റഡ് ബൈ കൺട്രീസ്. അതായത് ഒരു റേഡിയോ സ്പെക്ട്രത്തിൽ ഏത് സ്പെക്ട്രത്തിലാണ് അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നുള്ളത് ഇറ്റ് ഈസ് ഓൾവേസ് റെഗുലേറ്റഡ് ബൈ ദി കൺട്രീസ് ഓർ ഓർഗനൈസേഷൻസ്. സോ നമുക്ക് ബേസിക്കലി ഫ്രീക്വൻസി ബാൻഡ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ലൈസൻസ്ഡ് ആൻഡ് അൺലൈസൻസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്. അപ്പോൾ ലൈസൻസ്ഡ് സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ച് ആക്സസ് ടെക്നോളജീസിനാണ് സാധാരണ പറ്റുന്നത്. അതായത് ഒരു സർവീസ് പ്രൊവൈഡർ വേണം ലൈസൻസിനകത്ത് ഒരു സർവീസ് പ്രൊവൈഡർ വേണം. വി ഹാവ് ടു സബ്സ്ക്രൈബ് ടു ദാറ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ വേണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണെന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറുടെ സർവീസ് എടുക്കുന്നു, ലൈക്ക് BSNL ഓർ ജിയോ ഓർ വൊഡാഫോൺ ഒരെണ്ണം എടുക്കുന്നു. അപ്പോൾ അതൊരു സർവീസ് പ്രൊവൈഡറാണ്. ദെൻ വി ഹാവ് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഓൺലി ദെൻ വി വിൽ ഗെറ്റ് ദോസ് സർവീസസ് അവൈലബിൾ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു
സ്പെക്ട്രത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് ലൈസൻസ്ഡ് സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ലൈസൻസ്ഡ് സ്പെക്ട്രത്തിനകത്തുള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദർ ഇസ് എ ഗ്യാരണ്ടി ഓഫ് സർവീസ്. സോ ദർ ഇസ് എ ഗ്യാരണ്ടി ഡെലിവറി ഓഫ് സർവീസ്. ഒരു ഗ്യാരണ്ടി ഡെലിവറി ആയിരിക്കും. ദർ വിൽ ബി മോർ സെക്യൂരിറ്റി കൂടുതലായിട്ടുണ്ടാവും. And then as there's an exclusive usage of frequency. അതായത് ക്രോസ് ടോക്കുകൾ വരത്തില്ല. അതായത് ഒരു ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ആ ഫ്രീക്വൻസി തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്രോസ് ടോക്ക് അതായത് നമ്മളുടെ ടോക്കിനിടയിൽ, അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിടയിൽ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓവർലാപ്പ് വരുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി തന്നെ വേറൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആണ് നമുക്ക് ആ ഒരു ഓവർലാപ്പ് വരുന്നത്. പക്ഷേ ലൈസൻസ്ഡ് സ്പെക്ട്രത്തിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി യൂസ് കിട്ടുന്നതുകൊണ്ട് ദർ ഷുഡ് നോട്ട് ബി നോ ക്രോസ് ടോക്കുകൾ ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് അൺലൈസൻസ്ഡ് സ്പെക്ട്രം. അൺലൈസൻസ്ഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് ദാറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ, സയൻറ്റിഫിക്, മെഡിക്കൽ പോർഷൻസിനാണ് ഉപയോഗിക്കുക. ദാറ്റ് ഇസ് ISM, ഇൻഡസ്ട്രിയൽ, സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ പോർഷൻസിനാണ് ഉപയോഗിക്കുക. സോ അൺലൈസൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ ഓഫേർഡ് ഇൻ ദി ISM ബാൻഡ്സ്. അതായത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല, അതായത് ഒരു ലൈസൻസ് ഇല്ല. ദർ ഇസ് നോ ഗ്യാരണ്ടീസ് ഓർ പ്രൊട്ടക്ഷൻസ് ദാറ്റ് ആർ ഓഫേർഡ് ഇൻ ISM ബാൻഡ്സ്. അതായത് ഒരു പാക്കറ്റ് ഡെലിവറിയിലും ഒക്കെയുള്ള ഒരു ഉറപ്പൊന്നും ഇതിനകത്തില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് അൺലൈസൻസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്സ്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വൈഫൈ, examples are Wi-Fi or Bluetooth or WPAN. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ടതെന്ന് പറയുന്നത് അൺലൈസൻസ്ഡ് ബാൻഡ് എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് ഒന്നുമല്ല. ഓക്കെ, നാഷണൽ ആൻഡ് റീജിയണൽ റെഗുലേഷൻസ് ഉണ്ട് അൺലൈസൻസ്ഡ് ബാൻഡ്സിന്. പക്ഷേ ദർ ഇസ് നോ നീഡ് ഫോർ സർവീസ് പ്രൊവൈഡർ. ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ആവശ്യമില്ല. തന്നെയുമല്ല സർവീസ് പ്രൊവൈഡറിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും ഇല്ല. പക്ഷേ ദർ ഇസ് മോർ ഇൻ്റർഫറൻസ്, അതായത് ക്രോസ് ടോക്കുകളുടെ സാധ്യത വളരെ കൂടുതലാണ്, ഇൻ്റർഫറൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അഗെയിൻ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, വൈഫൈ, ബ്ലൂടൂത്ത്, WPAN ഒരു ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇതിനകത്ത് പോസിബിൾ അല്ല. സോ വി ക്യാൻ കോൾ ഇറ്റ് എസ് an unlicensed spectrum. So frequency bands can be divided into two spectrums, licensed spectrum and unlicensed spectrum or unlicensed frequency bands. അപ്പം ലൈസൻസിനകത്ത് ദർ ഇസ് എ സർവീസ് പ്രൊവൈഡർ, ദർ നീഡ്സ് ടു ബി സബ്സ്ക്രിപ്ഷൻ, ദർ ഇസ് എ ഗ്യാരണ്ടി ഓഫ് ഡെലിവറി, ആസ് മോർ സെക്യൂരിറ്റി ആൻഡ് ദർ ഇസ് എൻ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ഫ്രീക്വൻസി. അൺലൈസൻസ്ഡ് ബാൻഡ് എന്ന് പറയുന്നത് ISMs ഓർ ഇൻഡസ്ട്രിയൽ, സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് വൈഫൈ, ബ്ലൂടൂത്ത്, WPAN. സോ ദേ ഹാവ് എ മോർ കൈൻഡ് ഓഫ് എൻ ഇൻ്റർഫറൻസ്. ഓക്കെ, അതിനൊരു സർവീസ് പ്രൊവൈഡറിൻ്റെയോ സബ്സ്ക്രിപ്ഷൻ്റെയോ ആവശ്യം ഇല്ല. സോ സ്മാർട്ട് ഒബ്ജക്ട്സിന് അൺലൈസൻസ്ഡ് ബാൻഡ്സിൽ റൺ ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്മാർട്ട് ഒബ്ജക്ട്സിനെ നമുക്ക് ഈസിലി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് രണ്ട് മെയിൻ ആയിട്ടുള്ള സബ്-GHz ഫ്രീക്വൻസിയിലാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് അൺലൈസൻസ് സ്പെക്ട്രത്തിൽ മുകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതിനെ. ദാറ്റ് ഈസ് 868 MHz ആൻഡ് 915 MHz. ഈ രണ്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള സബ്-GHz ഫ്രീക്വൻസി ബാൻഡ്സിലാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അൺലൈസൻസ് സ്പെക്ട്രത്തിന് ഉള്ള ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഒബ്ജക്ട്സിനെ. സോ നെക്സ്റ്റ് വൺ ഇസ് പവർ കൺസംഷൻ. അതായത് ഒരു നോഡ് എത്ര പവർ എടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് വി കോൾ ഇറ്റ് ഇസ് പവർ കൺസംഷൻ. അതായത് രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, പവേർഡ് നോഡ്സ് ആൻഡ് ബാറ്ററി പവേർഡ് നോഡ്സ്. അതായത് പവേർഡ് നോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് എ ഡയറക്റ്റ് കണക്ഷൻ ടു എ പവർ സോഴ്സ്. ഒരു പവർ സോഴ്സിലോട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും, അതായത് നമ്മൾ വയേർഡ് കണക്ഷൻ ഉണ്ടായിരിക്കും. ബാറ്ററി പവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബാറ്ററി. ഓക്കെ,
ബാറ്ററി പവേർഡ് നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാറ്ററി പവേർഡ് ആയിരിക്കും. ഇപ്പോൾ പവേർഡ് നോട്ട്സ് ഡയറക്റ്റ്ലി ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊബിലിറ്റി ഈസ് മോർ കോംപ്ലെക്സ്. അതായത് എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു നോഡ് ആണെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് എന്തുമായിരിക്കും, നമുക്ക് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ബാറ്ററി പവേർഡ് നോട്ട്സിന് ഈ ഒരു പ്രശ്നമില്ല. ദേ ബ്രിങ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ആൻ IoT ഡിവൈസ്. ഓക്കെ, പക്ഷെ അതിൻ്റെ പ്രശ്നം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ബാറ്ററി ലൈഫ്. ഒരു ബാറ്ററി ലൈഫ് ഉണ്ടാവും, ഒരു 5-7 വർഷത്തിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം ദർ വിൽ ബി ഇപ്പോൾ ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് പല വർഷത്തേക്ക് മാറിയിരിക്കും. സോ അതിനനുസരിച്ച് ഈ പറയുന്ന നോട്ട്സിൻ്റെ കോസ്റ്റും ഒക്കെ ഡിഫറെൻറ്റ് വരും. ചിലതിന് 10 to 15 years ലൈഫ് ഉണ്ടായിരിക്കും. പക്ഷേ ചിലതിനാവുമ്പം ഒരു ലിമിറ്റഡ് ആയിട്ട് 5 to 7 or 2 to 3 years ആയിരിക്കും ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കുക. സോ അപ്പോൾ ഈ പറയുന്ന ബാറ്ററി പവേർഡ് ആണെങ്കിൽ സോ ദേ ആർ പവർ കൺസ്ട്രെയിൻറ്റ്. അതായത് നമുക്ക് ബാറ്ററി പവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. സോ അപ്പോൾ പവർ ഒപ്റ്റിമൈസേഷൻ വേണം. സോ ദേ ആർ കൺസ്ട്രെയിൻറ്റ്, പവർ കൺസ്ട്രെയിൻഡ് ആയിരിക്കും. ഈ ഒരു പവർ ഒപ്റ്റിമൈസേഷൻ വേണ്ടതുകൊണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വി ഹാവ് ഇവോൾവ് ടു എ ന്യൂ വയർലെസ് എൻവയോൺമെൻറ്റ് നോൺ ആസ് ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, LPWA, ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് നമുക്കൊരു വയർലെസ് ടെക്നോളജീസിനെ ബാറ്ററിയുടെ മുകളിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പവർ കൺസ്ട്രെയിൻസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വി യൂസ് ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടോപ്പോളജി. അടുത്തതെന്ന് പറയുന്നത് ടോപ്പോളജിയാണ്. ടോപ്പോളജി എന്ന് പറയുന്നത് നമ്മളുടെ നോട്ട്സിനെ നമ്മൾ ഏത് ഫാഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു നമ്മൾ കൺസിഡർ ടോപ്പോളജീസ്. അതായത് എങ്ങനെ നമ്മൾ IoT ഡിവൈസസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ 3 മെയിൻ ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഉണ്ടാവും. ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാർ ടോപ്പോളജി, mesh topology, or peer-to-peer topology. ഓക്കെ, സ്റ്റാർ ടോപ്പോളജിയിൽ അപ്പം നമ്മളുടെ ഒരു ടോപ്പോളജിയിൽ വി ഹാവ് ടു കൺസിഡർ 2 types of nodes are there, or 2 types of devices are there. They can be 2 type devices ഉണ്ട്. This is called as full function devices or reduced function devices, FFDs and RFDs. ഫുൾ ഫങ്ഷൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ബാക്കിയുള്ള നോഡ്സിനെ ഇൻ്റർകണക്ട് ചെയ്യുന്നൊരു നോഡായിരിക്കും ഫുൾ ഫങ്ഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അതേസമയം റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ് എന്ന് പറയുന്നത് ലീഫ് നോഡ്സ് ആയിരിക്കും. ഫുൾ ഫങ്ഷൻ ഡിവൈസസിന് കുറച്ചുകൂടെ പ്രോസസ്സിങ് പവറും സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ദ ഫസ്റ്റ് വൺ ഇസ് വി സി ഈസ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിക്കകത്ത് നടുവിൽ there will be a full function node, okay, and they are interconnected to they are connected to several reduced function nodes. നീല കളറിൽ കാണിച്ചിരിക്കുന്ന reduced function nodes ആണ്. So this is how a star topology looks like. അതായത് നടുവിൽ ഒരു ഫുൾ ഫങ്ഷൻ നോഡ്, ഫങ്ഷൻ ഡിവൈസ്, ചുറ്റും റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഡിവൈസസ്. അതേസമയം മെഷ് ടോപ്പോളജിയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് വരും. അതായത് ഇപ്പോൾ ഇതൊരു ഫുൾ ഫങ്ഷൻ നോഡാണ്, ഇതിനെ മറ്റൊരു ഫുൾ ഫങ്ഷൻ നോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയൊരു നെറ്റ്വർക്ക് ആയിരിക്കും. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ദർ വിൽ ബി റെഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡ്സ്. ഓക്കെ, these are reduced function nodes, function devices. Okay,
ഓക്കെ, ഇതായിരിക്കും മെഷ് ടോപ്പോളജി. ദിസ് വിൽ ബി സ്റ്റാർ ടോപ്പോളജി. നെക്സ്റ്റ് വൺ ഇസ് പിയർ ടു പിയർ ടോപ്പോളജി. പിയർ ടു പിയർ ടോപ്പോളജിക്കകത്ത് എല്ലാ ഫുൾ ഫങ്ഷൻ നോഡ്സും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. സോറി, ഇപ്പോൾ ഇതാണ്. ഓക്കെ, സോ അടുത്ത നോഡ്, there's another node, there's another node here, ആൻഡ് എല്ലാ നോഡ്സും തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി കണക്റ്റഡ് ടു ഫുൾ ഫങ്ഷൻ. അതായത് എല്ലാ ഫുൾ ഫങ്ഷൻ നോഡ്സും തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാവും. റെഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡ്സും ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ചുറ്റും റെഡ്യൂസ്ഡ് ഫങ്ഷൻ നോഡ്സും വരാം. സോ ദിസ് ഈസ് കോൾഡ് as പിയർ ടു പിയർ ടോപ്പോളജി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ഡിവൈസസ് ആണ്. ഈ കൺസ്ട്രെയിൻഡ് ഡിവൈസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രെയിൻഡ് ഡിവൈസസ് ഓർ കൺസ്ട്രെയിൻഡ് നോഡ്സ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആൻഡ് ദേ ഹാവ് ലിമിറ്റഡ് നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ്. അതായത് ചില IoT നോഡ്സ് നമുക്കൊരു കംപ്ലീറ്റ് ഒരു IP സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മൂന്നായിട്ട് കൺസ്ട്രെയിൻഡ് നോഡ്സിനെ 3 ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസ് 0, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ക്ലാസ് 0യ്ക്കകത്ത് ദേ ആർ സിവിയർലി കൺസ്ട്രെയിൻഡ്. They have less than 10 kilobyte of memory and less than 100 kilobyte flash processing. And they are battery powered. Okay. ഇപ്പോൾ ഉദാഹരണത്തിനുള്ള എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇസ് എ പുഷ് ബട്ടൺ. അതായത് ഒന്ന് പുഷ് ചെയ്യുമ്പം ഇറ്റ് വിൽ സെൻഡ് 0 or 1. ഓക്കെ, ഇത് എന്ന് പറയുന്ന ഒരു ഇതാണ്. സോ ദേ ആർ യൂസ്ഡ് ഇൻ LPWA, ലോ പവർ വൈഡ് ഏരിയ വയർലെസ് ടെക്നോളജിയിലായിരിക്കും നമ്മൾ സാധാരണ ക്ലാസ് 0 കൺസ്ട്രെയിൻ ഡിവൈസിനെ അല്ലെങ്കിൽ ക്ലാസ് 0 കൺസ്ട്രെയിൻ നോട്ട്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ക്ലാസ് 1 ഡിവൈസസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ക്ലാസ് 0 in terms of memory and flash processing. സോ അതിനെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഇക്വലൻറ്റ് ടു 10 KB ഓർ ഇക്വലൻറ്റ് ടു 100 KB ഓഫ് ഫ്ലാഷ് പ്രോസസ്സിംഗ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസ്ട്രെയിൻ നോഡ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ COAP ഇതിൽ ഡിപ്ലോയ് ചെയ്യാനായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് സെൻസേഴ്സ്. ഓക്കെ, COAP എന്തുവാന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളാണ് COAP. സോ ഇറ്റ് ഈസ് ക്ലാസ് 1 ഡിവൈസസ് ആർ മേജർലി ഡിപ്ലോയിഡ് ഇൻ COAPs. സോ ക്ലാസ് 0നും ക്ലാസ് 1നും ഒരു ഫുൾ IP സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ക്ലാസ് 2 ഡിവൈസസിന് ഒരു ഫുൾ IP സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് ഗ്രേറ്റർ ദാൻ 50 KB ഓഫ് മെമ്മറി ആൻഡ് ഗ്രേറ്റർ ദാൻ 250 KB ഓഫ് ഫ്ലാഷ് മെമ്മറി ഉണ്ടാവും. സോ ദേ ക്യാൻ ബി ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ടു IP സ്റ്റാക്ക്, ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ടു IP നെറ്റ്വർക്ക്സ്. അപ്പോൾ നോക്കൂ, ക്ലാസ് 0 ഡിവൈസസിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? LPWA, ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 0നെ നമ്മൾ നമ്മൾ COAPയിലാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതേസമയം ക്ലാസ് 2ൽ നമ്മൾ ചെയ്തിരിക്കുന്നത് IP നെറ്റ്വർക്കിലാണ്. ക്ലാസ് 2ൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്മാർട്ട് പവർ മീറ്ററാണ്. സ്മാർട്ട് പവർ മീറ്റേഴ്സ് യൂസിങ് ക്ലാസ് 2. ഓക്കെ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് കൺസ്ട്രെയിൻഡ് നോഡ് നെറ്റ്വർക്ക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് കൺസ്ട്രെയിൻഡ് നോഡ് നെറ്റ്വർക്ക്സ്.
They are also called as low power lossy network എന്നാണ് പറയുന്നത്, or they are called as LLNs. ഓക്കെ, ലോ പവർ ലോസി നെറ്റ്വർക്ക്സ്. ഇതിനകത്ത് ലോ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് നോഡ്സ് എന്ന് പറയുന്നത് ദേ വിൽ ബി ബാറ്ററി പവർഡ്. ലോസി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഷ്യൂറിറ്റി ഓഫ് പാക്കറ്റ് ഡെലിവറി. പാക്കറ്റ് ഡെലിവറി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയുമല്ല, നെറ്റ്വർക്ക് പെർഫോമൻസ് മേ സഫർ ഫ്രം ഇൻ്റർഫറൻസ് ആൻഡ് വൾണറബിലിറ്റീസ് ഓർ വേരിയബിലിറ്റീസ്. അതായത് ഒരു ഇൻ്റർഫറൻസ് വെച്ചിട്ട് ഇൻ്റർഫറൻസ് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ലെയർ പ്രോട്ടോക്കോൾസിനെ, കൺസ്ട്രെയിൻഡ് നോഡ് നെറ്റ്വർക്സിലുള്ള പ്രോട്ടോക്കോൾസിനെ നമ്മൾ മൂന്ന് രീതിയിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ബീയിങ് ദ ഡേറ്റ റേറ്റ് ആൻഡ് ത്രൂപുട്ട്. The second one is latency and determinants. Third one is overhead and payload. ഇതിൽ ഡേറ്റ റേറ്റ് ആൻഡ് ത്രൂപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റേറ്റിലാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ലേറ്റൻസി ആൻഡ് ഡിറ്റർമിനസം, ലേറ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓവർഹെഡ് ആൻഡ് പേലോഡ്, അതായത് ഈ പറയുന്ന പ്രോട്ടോക്കോൾസിന് എത്ര ബൈറ്റ് ഓവർഹെഡ് ഉണ്ടാവും, എത്ര ബൈറ്റ് പേലോഡ് ഉണ്ടാവും. പേലോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ശരിക്കുമുള്ള മെമ്മറിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് IoT ആക്സസ് ടെക്നോളജീസ് ആണ്. അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കുന്നതാണ്. സോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് വാട്ട് ആർ ദ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയാസ്. ദേ ആർ റേഞ്ച്, ഫ്രീക്വൻസി ബാൻഡ്സ്, പവർ കൺസംഷൻ, ടോപ്പോളജി, കൺസ്ട്രെയിൻ ഡിവൈസസ്, കൺസ്ട്രെയിൻ നോഡ് നെറ്റ്വർക്ക്സ്. ഇത് ഓരോന്നും എന്തുവാന്ന് വിശദമായിട്ട് പഠിച്ചു. സോ നെക്സ്റ്റ് വിൽ ടോക്ക് അബൌട്ട് IoT ആക്സസ് ടെക്നോളജീസ്.